എടാ ഉണ്ണിത്താനെ, താൻ എന്നെ പണിക്ക് കയറ്റണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു. എന്നാ കാര്യം എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. ഞാൻ എന്നാ ചെല്ലിയേറ്റ് അങ്ങോട്ട് കയറുകയല്ലേ? കാരണം കിഴക്കൻ തോട്ടത്തിൽ കിടന്ന് ഉഷ്ണപ്പെണ്ണ് പിടിച്ചോമാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ സൈറ്റ്. പരമാറി നിന്റെ തന്തയ്ക്കാണ് ഉഷ്ണപ്പെണ്ണ്. എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ. ഓ പിന്നെ കുത്തി മലത്തിക്കളയാനല്ലാത്രേ പണി ചോദിക്കാൻ വരുന്നവരെ നീ തല്ലിക്കും അല്ലടാ. എന്റെ തന്തയും കൂടെ മുടച്ചുണ്ടാക്കിയടാ നിന്റെ കാണുന്ന. എന്താ ഇത്? മാറ, അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനാ പറഞ്ഞത് നീ മാറും. ചുമ്മാ കാലത്ത് തന്നെ കത്തിയും കുറുപിടിയൊക്കെ ആയിട്ട്. എടോ വരാൻ. ആരുടെ മറ്റടുത്ത ഉഷ്ടപ്പെടുന്ന നിനക്കൊന്നും ഞാൻ കാണിച്ചു തരണം. അപ്പു ഇങ്ങോട്ട് വരാൻ. എടോ പാടാ മാറ. എന്തോ നടാ കിണിച്ചോണ്ടിരിക്കുന്നത്? ജോലി ചെയ്യാൻ പറഞ്ഞത് കേട്ടില്ലേ? പരമുവേ, നീ ഇന്നലെ ഉണ്ണിത്താൻ മുതലാളിയായിട്ട് ഉടക്കി അല്ലേ? ചെറുതായിട്ട്. നീ ഇനി തോട്ടത്തിൽ പോകുന്നതാ പരമു, അതോ പണി പോയോ? പണി പോയൊന്നുമില്ല, ഞാൻ നിർത്തി പോന്നതാ. അവിടെ നിൽക്കാൻ വരുന്നേ, ഭയങ്കര അട്ടയാ. വേണ്ടേ? അല്ല, ഇതാര് കല്യാണം മുടക്കി മാത്രയോ? കല്യാണം മുടക്കിയല്ല, കല്യാണം നടത്തിയ. ജോണി നീ ഞോന്നേ. എടാ നീ ഇനി വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് പറയും, ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ വരും. എടാ നീ കവലച്ചട്ടിമ്മളോട് തെണ്ടി തിരിഞ്ഞു വന്നാലേ നിനക്ക് ഞാനിപ്പോ ആലോചിക്കുന്ന കല്യാണം മുടങ്ങും. അവര് നല്ല കുടുംബക്കാരടാ. ദത്ത് മനസ്സിലായോ? അല്ല മാതുലേശനെ, താൻ ഇതുവരെ എനിക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ടോ? മുടക്കിയിട്ടുമില്ല. നീ പടാ, നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതുണ്ടോ? അതുമല്ല, നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, മാമോദീസ മുങ്ങി ഒരു ക്രിസ്ത്യാനായിട്ട് വാ. എവിടെ വേണേലും മുങ്ങാം. മലയെ തോമാത്തന്നെ ഇവിടെ ഡോളിയെ കെട്ടിച്ചേരാവോ? അത് ശരി, പക്ഷെ നിന്റെ കരന്തിരിവെന്നറിയണമല്ലോ. ഓ അറിയിക്കാലോ. ഇത് കരം, ഇത് ഞാൻ കവലക്കെട്ടുമേ അല്ലടാ കുറഞ്ഞ. എങ്ങനെയുണ്ട് ആശാനെ കരന്തിരിവ്? ഇതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന വഴിയായിരിക്കല്ലേ? എന്താ ഇത് പരമചേട്ടാ, നടുക്കവലിൽ വെച്ച്? അതൊക്കെ ചുമ്മാ തന്നെ. വാ, കടവരെ ഞാനും വരാം. എടാ ജോണി, നീ വാ. പരമചേട്ടാ, ഇത് ജോണിയല്ലേ, കാവിലെ കൊച്ചനെ ചേട്ടത്തിയുടെ? അതെ. പരമചേട്ടന്റെ അപ്രന്റീസ് ആയിരിക്കും അല്ലേ ചട്ടമ്പിത്തരം പഠിക്കാൻ? അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ പരമ ഇപ്പൊ ഭയങ്കര പാവ. ഓ പിന്നെ, ഞാനിപ്പോ കണ്ടല്ലോ ആ പാവത്തിന്. ഇതാ ഈ ഗീത കുഞ്ഞിന്റെ ഒരു കാര്യം. ഞാൻ ഏതാണ്ട് ഗജപോക്കിരിയാണെന്നാ വിചാരം. ഇപ്പൊ തന്നെ ഞങ്ങൾ ഓരോ ചായയും കുടിച്ചോണ്ട് ആ ചായക്കട വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ ആ കല്യാണം മുടക്കി വന്ന് ഞങ്ങളെ ചുമ്മാ നാലും ചീത്ത വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ മാത്തുണ്ണിയാച്ചനെ ഞങ്ങളെ തീത്ത പറയുന്നത്? അത് കേട്ടപ്പോ കുഞ്ഞു വിചാരിച്ചു നമ്മളെന്തോ അടിപിടി ഉണ്ടാക്കണമെന്നല്ലേ. പിന്നെന്തിനാ കഴുത്തിന് പിടിച്ച് ഞെക്കിയത്? അത് പിന്നെ നമ്മൾ പറയുന്നതിന് ഒരു ബലം വേണ്ടേ? അതെ 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 അതെ, ഒരു പുണ്യാളൻ. എന്തിനെന്നല്ലേ അച്ഛനോട് വഴക്കുണ്ടാക്കിയേ? അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു, നേരല്ലേ? അത് പിന്നെ ചുമ്മാ അല്ല. പിന്നെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നടക്കുന്നു. കുഞ്ഞിനോട് കൊണ്ടോടാ ബാഗ്. വിട്ടോ. പാടാ. തരട്ടെ. എടാ പരമേ, ആ കൊച്ചങ്ങ് തെളിഞ്ഞു പോയല്ലോടാ, നമ്മുടെ പിള്ളാച്ചന്റെ കടയിലെ അലുവ പോലെ. പാവം ഗീതക്കുഞ്ഞ്. ഗീതക്കുഞ്ഞിന്റെ അമ്മയും പാവമാ, യശോദാമ്മ. ചെറുപ്പത്തി പട്ടിണി കിടന്ന് ഞാൻ ചത്തുപോകാരുന്ന ഇവരുടെ കാരണം കൊണ്ടാ അന്ന് ഞാൻ ആ ഗീതക്കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നേ. എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ യശോദാമ്മ കൊടുത്തേക്കും. ഗീതക്കുഞ്ഞിന്റെ അച്ഛനായി പോയി, അല്ലെങ്കിൽ അന്നേ ഉണ്ണിത്താനെ കുത്തി മലത്തിയനെ. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന 10 സെന്റും കുളം കോരിയത് അവനാ എന്റെ അച്ഛനുള്ള കാലത്ത്. അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, കുഴപ്പമൊന്നുമുള്ള സ്ഥലമല്ലല്ലോ. ഓപ്പണർ ആവുമ്പോ എന്ത് കുഴപ്പം സാറേ? ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ. കാവുംകുളത്തിൽ പ്രേതമുണ്ടെന്നാ നാട്ടുകാരുടെ വിശ്വാസം.
ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം. പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല. അത് സാരമില്ല, തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേമല്ലേ, നല്ലൊരു പ്രൊട്ടക്ഷനാ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടാ. അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, ആ പെണ്ണേതാ? അവൾക്ക് ഇത് തന്നെയാണോ തൊഴില്? ഏയ് പൈങ്കിളി, കുലസ്ത്രീയല്ലേ, അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യ. അയാളാണെങ്കിൽ ഒരു കിളവൻ. എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയില് അവൾ ആങ്ങളയ്ക്ക് ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ നാളെ കഴിഞ്ഞ് വറീതിനെ ഇങ്ങോട്ട് അയക്കട്ടോ? വേണ്ട വേണ്ട, എന്റെ കാര്യത്തിന് ഞാൻ വന്നേക്കാം. എന്നാ ഞാൻ പോട്ടെ. നീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞ് ഇങ്ങ് പോന്നത്? ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത്. ഒരു പെണ്ണ് കേസാ. എന്താ സാഹിബിന്റെ ഭാര്യയെ കയറി പിടിച്ചോ? ഓടാ, അയാള് പെണ്ണൊന്നും കിട്ടിയിട്ടില്ല, ഇത് കേസ് വേറെയാ. എന്റെ മണിപ്പേഴ്സിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊരു ദിവസം ഗതികേറി സായിപ്പിന്റെ കയ്യിൽ ചെന്ന് പെട്ടു. ഫോട്ടോ കണ്ടപ്പോ അയാൾക്കൊരു പൂതി. ഞാൻ പറഞ്ഞു, എന്നെ പൊന്നു മുതലാളി, അവളെ ഒരു ദരിദ്രവാസി കെട്ടിപ്പോയി, ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. എവിടെ അയാളെ സമ്മതിക്കും? അവനവന് ഗതി കെട്ടപ്പോ ഞാൻ പറഞ്ഞു, വഴിച്ചെലവിന് ഒരു 5000 രൂപ തരാമെങ്കിൽ അവളെ പൊക്കാമെന്ന്. അയാൾ തരികല്ലെന്നാ ഞാൻ ഓർത്തത്, പക്ഷെ തന്നു. പിന്നെ പോരാടിക്കാൻ നോക്കൂ, ഞാൻ ഇനി പോന്നു. ഇനിയിപ്പോ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ 5000 രൂപ വേണം, അല്ലെങ്കിൽ അവളെ പൊക്കണം. നീ എന്താണ് കൊച്ചു ഓടി ഓടി വരുന്നേ? പിടി സായിപ്പിന്റെ പെരിയളക്ക് സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെ? ഭൈമി. എടാ മിടുക്കാ. ഫൈമി, കരിമീനുണ്ടോ? കരിമീനില്ല, വരാലേ ഉള്ളൂ. എന്തിനാ ഫൈമി വരാല്? നീ എന്ത് തന്നാലും അതൊക്കെ കരിമീനല്ലേ? പോടോ. കെട്ടിയതാണെന്നും പറഞ്ഞിരുന്നു, ദേ കേട്ടില്ലേ? അവൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ ഫൈമി, നീ അതൊന്നും കാര്യമാക്കണ്ട. എവിടുന്നാടാ പരമു നിനക്ക് ഇത്രയും മുഴുത്ത വരാല് കിട്ടുന്നത്? തോട്ടിൽ ചില നല്ല കുട്ടികൾ കിടക്കും. ചാന്നാരിക്കാരെ ആരോട് ചെന്ന് പറയരുത്, പറഞ്ഞാൽ ചിലപ്പോ അവന്മാരും രാത്രി ഇറങ്ങി തോട്ടി തപ്പോടുന്നു. ഒഴുക്കുവെള്ളത്തിൽ ഇത്രയും വിളഞ്ഞ വരാല് കാണാൻ വഴിയില്ലല്ലോ. അപ്പം തിന്നാ പോരെ, കുഴിയിടുന്ന എന്തിനാ? വേണ്ടെങ്കി വാങ്ങണ്ട. ഒരുമാതിരി കള്ളന്മാരോട് വർത്താനം പറയുന്ന പോലെ. അല്ല, ഇതിപ്പം എവിടുന്നാണ്? എനിക്കെന്താ? കൊടുത്തേര് കൊടുത്തേര്. അത്രേ ഉള്ളൂ. അല്ല പിന്നെ നമുക്കൊന്ന് കാണണ്ടേ? പിന്നെ അണേട് അണേട്. അത് മതി. വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് സായിപ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ. കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. എടാ അത് പൊളിഞ്ഞു വെക്കണ, അതിന്റെ ഗ്യാസ് പോകും. കഞ്ചാവിന്റെ വില എന്താന്ന് നിനക്കറിയോ? കഞ്ചാവ് വലിക്കാൻ നടക്കും. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചതാ. നിനക്ക് ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ. കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട്. കാവും കുളത്തില്. മീൻ പിടിക്കാനോ? ഒന്ന് പോടാ കഴുതേ.
കാവുംകുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല, തടിയാ. ഈട്ടിത്തടി. തടിയോ? ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ സർക്കാരിന് അമുക്കിയ വക. കുറഞ്ഞതൊരു 10 ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണും. 5 കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ? ഒരു മാസം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാ? ഞാൻ കത്തിക്കാടാ. ഇല്ലേ? കൊടുക്കും മിന്നിക്കണേ. എടാ പരമേ, ദിവസം 5 കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടലെ അങ്ങ് പൊക്കിയാലോ? എന്നിട്ട് ചായക്ക് രാമാനും വള്ളത്തെ കയറ്റി ചങ്ങനാശ്ശേരി കൊണ്ട് വിൽക്കണം. ഐഡിയ കൊള്ളാവല്ലോടാ. മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധി കളഞ്ഞ കണ്ടില്ലേ? ഏതായാലും ശരിക്കും പ്ലാൻ ചെയ്താ മതി. അഞ്ച് നിനക്ക് 5 എനിക്ക് ലക്ഷം. കുറച്ചുകൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു. ഇനി സാധനം എടുത്ത് ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ നേരം വെളുക്കും. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ലൈറ്റ് താത്തി അടിക്കണം. ആളെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. വറിയത് പോയിട്ടുണ്ട്. ഏതായാലും ഇതങ്ങ് പിടിപ്പീര്. അധികം താമസിച്ചാൽ ഇനി പറ്റില്ല. രാവിലെ ഓഫീസ് സമയത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. സെക്രട്ടറിയുടെ വീതം കൊടുക്കണ്ടേ? സെക്രട്ടറിയുടെ വീതവും ആ പിന്നെ ഇത് മുഴുവൻ എനിക്കുള്ളതാണെന്നാണോ വിചാരം? അത് കൊള്ളാം. സൂപ്രണ്ട് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ഗവൺമെന്റ് സെക്രട്ടറി, ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. അയ്യോ, പിന്നെ എന്തിനാ ഇത്രയും രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, ഭാര്യയുടെ അടുത്ത് തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. രാവിലെ പണം എടുക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? അതാ ഐഡിയ. എന്റെ പൊന്നു പറയതേ, നേരം വെളുക്കുന്നതിന് മുമ്പ് ബൈമിയെ വീട്ടിലെത്തിക്കണം. നാട്ടുകാരറിഞ്ഞാൽ ചാന്നാര് വെക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേ. വാ വാ പോകാം. കൂത്തച്ചി പിന്നെ എന്താ ഇത്ര താമസിച്ചത്? ആ വാ വാ. ഇതിനൊക്കെയാ സാറേ യോഗം എന്ന് പറയുന്നു. അറിയതേ, നമ്മൾ എന്തിനാടാ ഈ സ്വർഗത്തിലെ കട്ടറമ്പായി നിൽക്കുന്നത്? വാ പോവാം. ഉണ്ണിത്താൻ, ഇതെന്ത് ചോദ്യമാ സാറേ? കാവുംകുളത്തിനടുത്താണോ കുഴപ്പം? ഇവളോട് ചോദിച്ചേ. അല്ല, ഈ പണമൊക്കെ ഉള്ളതുകൊണ്ട് സാറിന് അത്ര സംശയമാണെങ്കിൽ ഇതിരിക്കട്ടെ, പിന്നെ തന്നാ മതി. അതിരാവിലെ വറിയത് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ.
അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വിളിക്കാം. ഓക്കെ സാർ അയിനി നമ്മുടെ സ്വന്തം ആളാ. ഗുഡ് നൈറ്റ്. എന്താ പേര്? ഭൈമി. നല്ല പേര്. വാ.